സ്ഥാപനം വരുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളിൽ മാറിയിട്ട് പൊന്മള എന്ന് പറയും സ്ഥലത്താണ്. മലപ്പുറത്തിനും കോട്ടക്കലിന്റെ അടിയിലായിട്ട് വരും. ഞാനിപ്പോ ഈ ഫീൽഡില് 24 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ലിഫ്റ്റിന്റെ മേഖലയ്ക്ക് ഒരു 10 വർഷം പോലെ ആയി ഇപ്പൊ ഞങ്ങള് ലിഫ്റ്റ് ചെയ്തു തുടങ്ങി. അതായത് നിലവില് ഈ ഒരു ലിഫ്റ്റ് പൊതുവെ ആരും ചെയ്യാൻ അറിയില്ല. അപ്പൊ ഈ ഒരു മേഖല നമ്മളൊരു സർച്ചിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് നമ്മള് സെർച്ച് ചെയ്ത് ആദ്യം നമ്മൾ ചെയ്ത ലിഫ്റ്റുകൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തില്ല. ഇങ്ങനെ അപ്ഡേഷൻ വന്ന് നല്ലൊരു ആവശ്യക്കാർക്ക്, അതായത് ഗോഡൌണിലുള്ള ആവശ്യക്കാർക്ക് പെർഫെക്റ്റ് ആയ സമയത്ത് ഒരുപാട് എൻക്വയറീസ് വന്നു നമുക്ക്. അപ്പോ ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്തു. അതിന്റെ നല്ല റിവ്യൂ ആയിട്ട് നമുക്ക് കിട്ടിയത്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓട്ടോമേഷൻ ചെയ്യണം. മൊത്തം മാൻ സ്വിച്ച് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മുകൾക്ക് അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ. പിന്നെ നമുക്ക് ഓട്ടോമേഷൻ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഒന്നും കൂടി ഇതിന് റിവ്യൂ കൂടി. ഒരു ബിൽഡിങ്ങിലൊക്കെ 3, 4 അല്ല 5 ഫ്ലോർ ഒക്കെ ഉണ്ടെങ്കിൽ മാൻ പവർ സ്വിച്ച് വെച്ച് ഓരോ ഫ്ലോറിന് ആ ലെവലിലെത്തുമ്പോൾ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യം. ഓട്ടോമേഷൻ ആയതിന്റെ ശേഷം ആ ഒരു പ്രയാസങ്ങൾ സാധാ പാസഞ്ചർ ലിഫ്റ്റ് പോലെ എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇല്ലില്ല, ഇൻഡസ്ട്രിയൽ മേഖല കൂടുതലാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഒരു വ്യവസായ പാർക്ക്, ഇങ്കൽ സിറ്റി ആയിട്ടൊരു പാർക്കുണ്ട്. അവിടെയൊക്കെ മൊത്തം ഇൻഡസ്ട്രിയൽ മേഖലയാണ്. നമ്മളിപ്പോ പോകേണ്ട സ്ഥലം അവിടെയാണ്. ഇത് നമ്മൾ ലിഫ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരു യൂസ് ചെയ്ത് 15 അല്ല ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസം കൂടുമ്പോൾ സർവീസ് നല്ലതാണ്. അതിന് സർവീസ് ചാർജ് വരുന്നുണ്ട്. ഇല്ല, കോമ്പറ്റീഷൻ ഇല്ല. കാരണം ഇത് ഓരോ വ്യക്തികളും ചെയ്യുന്നത് ഓരോ ഐഡിയ പ്രകാരമാണ്. അപ്പൊ ഒരു കസ്റ്റമർ കൺസൾട്ടിങ്ങിൽ ചെയ്യുന്നത് കോംപ്രമൈസിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിലൊരു കോമ്പറ്റീഷൻ ഇല്ല. അതെ, മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതില് പിന്നെ സാധനം അൺലോഡിങ്ങിനും അതേപോലെ ഇറക്കാനും ആളിതിൽ കയറി ലോഡ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി കേസ് ഭയങ്കര പ്രാധാന്യമാണ്. അപ്പോ സേഫ്റ്റി ചെയ്യണമെങ്കിൽ മെറ്റീരിയലിൽ ഒരു കോംപ്രമൈസും പറ്റൂല. അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഹെവി മെറ്റീരിയൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാന്. അതില് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റിന് കുറയും. റേറ്റ് കുറയുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റിയും കുറയും. നമ്മളിപ്പോ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, അതായത് 4ാം ഫ്ലോറിൽ ലിഫ്റ്റ് നമ്മൾ 4ാം ഫ്ലോറിലേക്ക് വരുത്താണ്. ഓണാക്കി അതിന് മോട്ടർ ഇത് ഡോർ സെൻസറാണ്. ഇത് ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ലിഫ്റ്റ് വർക്ക് ആവില്ല. ഡോർ ക്ലോസ് ചെയ്താൽ മാത്രമേ ലിഫ്റ്റ് വർക്ക് ആവുള്ളൂ. അത് ബട്ടൺ അടിച്ച് കാണിച്ചു തരാം. ഇപ്പൊ വർക്കിംഗ് അല്ല ലിഫ്റ്റ്. ഇനി വർക്കിംഗ് ആവണമെങ്കിൽ ഡോർ സെൻസർ ചെയ്യാം. ലിഫ്റ്റ് നമ്മൾ 0 അടിക്കണേ. 0 അടിച്ചു കഴിഞ്ഞു. നമ്മൾ ലിഫ്റ്റിന് ഡോർ തുറന്നു കഴിഞ്ഞാൽ ലിഫ്റ്റ് കട്ട് ഓഫ് ആവും. പിന്നെ ലിഫ്റ്റ് വർക്ക് ആവില്ല. പിന്നെ ഡോർ ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ 0 അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ലിഫ്റ്റ് വർക്ക് ആവുള്ളൂ. ഇത് ലിഫ്റ്റിന്റെ ഫുൾ ഓട്ടോമേഷന്റെ കൺട്രോൾ പാനലാണ്. ഇത് നമ്മുടെ മിനി ടൈപ്പ് ലിഫ്റ്റ് ആണ്. ഗൂഡ്സ് ലിഫ്റ്റ് തന്നെയാണ് വരുന്നത്. ഒരു 800-700 കിലോ കപ്പാസിറ്റി അപ്പൊ ഇതിന് വരുന്നുള്ളൂ. ഇത് മോട്ടറാഞ്ചിയിലെ ഐസോൺ എന്നാണ് ബ്രാൻഡ് സാധനമാണ്. റെഡിമെയ്ഡ് കിട്ടുന്നതാണ്. നമ്മൾ പിന്നെ അസംബിൾ ചെയ്യേണ്ട ഒരു മോട്ടറല്ല. ഇതിന്റെ സ്വിച്ച് ഇവിടെ വരുന്നത് ഈ ഭാഗത്താണ്. ഓഫ് മുകൾക്ക് താഴേക്ക്. ഇത് ഒറ്റ ഫ്ലോറേ ഉള്ളൂ. ഒരു ഫ്ലോർക്ക് നമ്മൾ അടിച്ച്
ഇതാണ് ഇതിന്റെ ഫ്ലോർ സെൻസർ. ഇത് ലിമിറ്റ് സ്വിച്ച്, ഇത് മാസ്റ്റർ ലിമിറ്റ് സ്വിച്ച്. എന്തെങ്കിലും ബൈ ചാൻസ് ലിമിറ്റ് സെൻസർ പിടിച്ചിട്ടില്ലെങ്കിൽ ഇതിൽ കട്ട് ഓഫ് ആവും. ഇതിലും കട്ട് ഓഫ് ആയിട്ടില്ലെങ്കിൽ ഇതിന്റെ ടോപ്പ് കട്ട് ഓഫ് ആവും. ടോപ്പിൽ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ മൊത്തം ലൈനും കട്ട് ഓഫ് ആവും. ഇനി നമ്മൾ താഴത്തേക്ക് ഇടാണ്. ലിഫ്റ്റ് താഴത്തേക്ക് വർക്ക് ചെയ്തു. ഇതാണ് ഇതിന്റെ ഡോർ സെൻസർ. ഇതാണ് ഇതിന്റെ ഡോർ സെൻസർ. ഇന്നിപ്പോ ഡോർ ഓപ്പൺ ചെയ്യാൻ ലിഫ്റ്റ് കട്ട് ഓഫ് ആയി. ഇനി ലിഫ്റ്റ് ഓൺ ആണെങ്കിൽ ഇത് നമ്മൾ ഡോർ ക്ലോസ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഓണാക്കി മാത്രമേ ലിഫ്റ്റ് വർക്കാവുള്ളൂ. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനി പറഞ്ഞത് 1200 കിലോ കപ്പാസിറ്റിയാണ്. പക്ഷെ നമുക്കൊരു 700-800 സ്മൂത്ത് ആയിട്ട് കയറ്റാം. അപ്പൊ ഒരു 700-800 കിലോ കയറ്റിയാൽ മതി. എന്നാൽ മോട്ടറിന് ഒരുപാട് ലൈഫ് കിട്ടും. ഇതിന് ഒന്നും ചെയ്യണ്ട. അതായത് ഈ ഒരു ഏരിയ എത്രയാണ് നമുക്ക് വേണ്ട ഏരിയ, ആ ഏരിയ മാത്രം മാറ്റിട്ടാൽ മതി. എക്സ്ട്രാ അണ്ടർഗ്രൗണ്ട് ആയിട്ട് കുഴിക്കുക ഫൗണ്ടേഷൻ ചെയ്യുക ഒന്നും ചെയ്യണ്ട. 4 സ്ഥലം കിട്ടിയാൽ മതി. ഇതിന് ഗോഡൌണുകളാണെങ്കിൽ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും വേണ്ട. ഓപ്പൺ സ്ഥലങ്ങളിലാണെങ്കിൽ ഇതിന് ലീഗലി പെർമിഷൻ എടുക്കണം. അതെല്ലാം ചെയ്തു കൊടുക്കാം. ഇതിൽ ആള് കയറാനുള്ള ഒരു പെർമിഷൻ ഇല്ല. ലഗേജ് മാത്രം കയറ്റാൻ പറ്റുള്ളൂ. ഓൺലി ലഗേജ് മാത്രം. പിന്നെ ആള് കയറി കഴിഞ്ഞാൽ സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. എന്താ വെച്ചാല് ആളിതിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അപ്പൊ അവര് അതിനുള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് 3-4 നിരക്കൊക്കെ അവർക്ക് പോകാം. അപ്പൊ നമ്മൾ സ്വിച്ച് പുറം ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഓപ്ഷൻ ഇല്ല. കാരണം വെച്ചാല് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓൺ ആക്കണമെങ്കിൽ മറ്റൊരാളെ സഹായം വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്താ വെച്ചാൽ സേഫ്റ്റിന്റെ ഭാഗമായിട്ടാണ് സ്വിച്ച് ബാർ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ചുറ്റുഭാഗം നമ്മൾ കവറിങ് ചെയ്തിട്ടില്ലെങ്കിൽ ലിഫ്റ്റ് ഏറ്റവും ടോപ്പിൽ കയറി കിട്ടുന്ന സമയത്ത് നമുക്ക് അറിയില്ല ലിഫ്റ്റ്, അതായത് അശ്രദ്ധമായിട്ട് ആരെങ്കിലും അതിന് താഴെ വരിക, ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് തലയിൽ വരിക, അപകടത്തിന് സാധ്യതയാണ് അത്. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റുഭാഗം സേഫ്റ്റി ആക്കിയിട്ട് ഡോറിന് ഡോർ സെൻസർ വരെ ചെയ്യുന്നത്. ഇത് ഒരേ സ്ക്വയർ ആണ്. പിന്നെ 1, 2, 3, 4 ഇതിലാണ് നമ്മൾ 3 ലിഫ്റ്റ്. ഓരോ പാർട്ടിക്ക് എൻക്വയർമെന്റ് എങ്ങനെയാണ് ആവശ്യം അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുക. ഇതിന് ഡബിൾ ഷാഫ്റ്റ് വെച്ചിട്ട് ഒരു റോപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള റോപ്പുമ്മ, അതായത് 2 ഷാഫ്റ്റാണ് ഇതിലുള്ളത്. അപ്പൊ ഒരു റോപ്പ് പൊട്ടിയാലും മറ്റേ റോപ്പും അത് താങ്ങി നിർത്തും. ഇവർ നമുക്കിപ്പോ നിലവിൽ ഏകദേശം 10ഓളം സ്റ്റാഫ് ഇപ്പൊ നമ്മൾ ലൈനിലുണ്ട്. പിന്നെ ഓട്ടോമേഷന് വേറെ ടീമുണ്ട്, എക്സ്ട്രാ ടീമുണ്ട്. ഓൾ കേരളം എന്ന് പറഞ്ഞാൽ ഏകദേശം ജില്ലകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട്, കൊല്ലം ചെയ്തിട്ടുണ്ട്, പാലക്കാട് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് ചെയ്തിട്ടുണ്ട്, വയനാട് ചെയ്തിട്ടുണ്ട്, മലപ്പുറം ജില്ലയാണ് കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഫാമിലി, വൈഫ്, 4 കുട്ടികള്, ഉമ്മ, പാപ്പ. ലിഫ്റ്റിനെ ഡ്രീം ബ്രാൻഡാക്കി മാറ്റുക. ലിഫ്റ്റ് മാത്രം പല റെസ്റ്റോറന്റുകൾക്ക് നമ്മൾ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ റെസ്റ്റോറന്റുകൾക്ക് ചെയ്യുക. പിന്നെ അങ്ങനത്തെ അതാണ് ഡ്രീം. എന്റെ സ്ഥലം വരുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് നിന്ന് 6 കിലോമീറ്റർ ഉള്ളിലായിട്ട് പൊന്മള എന്ന് പറയും. അതായത് മലപ്പുറത്തിന്റെയും കോട്ടക്കലിന്റെയും സെന്റർ ആയിട്ട് വരും നമ്മുടെ ഷോപ്പ്, പീക്ക് ഇൻഡസ്ട്രിയിൽ.